ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ തുരുമ്പ് പിടിച്ച സാധനങ്ങളിൽ നിന്ന് തുരുമ്പ് കളയാനാണ് കേട്ടോ. അത് ഇലക്ട്രോളിസിസ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ തുരുമ്പ് കളയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെറുതായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തുരുമ്പ് കളഞ്ഞെടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിലും ഒത്തിരി നന്നായിട്ട് ഉരച്ച് കളയാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ പാടായിട്ടുള്ള സാധനങ്ങൾ ഇലക്ട്രോളിസിസ് മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ തുരുമ്പ് കളഞ്ഞെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്നത് ചെറിയൊരു കോടാലിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്തൊക്കെ നല്ലോണം തുരുമ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു കോടാലിയിൽ നിന്ന് ഫുള്ളായിട്ട് തുരുമ്പ് കളഞ്ഞ് ഇലക്ട്രോളിസിസ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ തുരുമ്പ് കളഞ്ഞെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോളിസിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കാം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോർട്ടാകും. അപ്പോൾ ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കാണുകയും ചെയ്യാം, നല്ല സേഫായിട്ട് ഇരുന്നോളും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു അക്വേറിയം എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇലക്ട്രോളിസിന് ആവശ്യമായ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബാറ്ററി ചാർജർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 വോൾട്ട് 10 ആംപിയറിൻ്റെ ബാറ്ററി ചാർജറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് ബാറ്ററി ആണെങ്കിലും ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് സ്റ്റീൽ വേണം. അപ്പോൾ നമ്മുടെ മറ്റേ പീസ് സ്റ്റീലാണ്, അത് നമ്മുടെ കോടാലിയിൽ നിന്നുള്ള തുരുമ്പ് ഈ ഒരു പീസ് സ്റ്റീലിലായിരിക്കും വന്ന് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേറൊരു സ്റ്റീൽ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇതിലോട്ട് നമുക്ക് തുരുമ്പ് പിടിപ്പിക്കാനുള്ളതാണ്. അതേലത്തെ തുരുമ്പ് ഇതേ വരും. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ 2 പീസ് സ്റ്റീലിൽ ഞാനിവിടെ ഒരു വയർ വീതം ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കറണ്ട് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വയറാണിത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊളുത്തി ഇടാവുന്ന പോലെയാണ് സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇപ്പറേ സൈഡിലും കൂടെ നമ്മളിങ്ങനെ കൊളുത്തി ഇടുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും വെള്ളം കണ്ടക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് സോഡാപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ബേക്കിംഗ് സോഡ ഇടും. അപ്പോൾ ഒരിക്കലും ഉപ്പിടാൻ പാടില്ല. ഉപ്പിട്ടാൽ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഉപ്പ് ഈ ഇലക്ട്രോളിസിനകത്തൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ക്ലോറിൻ ഗ്യാസ് പുറത്ത് വരും. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് നമ്മൾ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലങ്സിനകത്ത് പോയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് നമ്മുടെ ലങ്സ് ഡിസോൾവ് ആയി പോകും. ആസിഡ് ലങ്സിൽ പോയി എന്നാണെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഉപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പകരം ബേക്കിംഗ് സോഡ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 4.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 2 ഇലക്ട്രോഡിനകത്ത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ സാക്രിഫൈസ് ചെയ്യാനുള്ള സ്റ്റീലിൻ്റെ പീസ്, പിന്നെ നമ്മുടെ തുരുമ്പുള്ള സ്റ്റീലിൻ്റെ പീസ്. ഓക്കെ, നമ്മളിപ്പോൾ 2 വെക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ തുരുമ്പുള്ളതിലും പോസിറ്റീവ് ടെർമിനൽ തുരുമ്പില്ലാത്തതിലുമാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, നമ്മുടെ 2 സ്റ്റീലിൻ്റെ പീസിൽ നിന്ന് ഇഷ്ടംപോലെ കൊമളകൾ വരുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് വരുന്നുണ്ട്, ഇതുപോലെ നന്നായിട്ട് കൊമള വരുന്നുണ്ട്. ഇത് ശരിക്കും കഴിഞ്ഞ് പയ്യെ പയ്യെ തുരുമ്പ് ഇളകി പോകുന്ന ആ പ്രോസസ്സാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് സമയം കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസ് ചെയ്യാനായിട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ അവസ്ഥ എന്നാന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇട്ടിരുന്ന സ്റ്റീലാണ്. ഇതിലോട്ട് തുരുമ്പ് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫുള്ളായിട്ട് തുരുമ്പ് വന്ന് ഇത് മുഴുവൻ കവർ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇതിലിപ്പോൾ ഫുള്ള് തുരുമ്പായി. ഇനി നമുക്ക് നമ്മുടെ കോടാലി എന്തായെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് മുഴുവൻ തുരുമ്പായിരുന്നു. ഇതേപോലെ തുരുമ്പെല്ലാം ഏറെക്കുറെ മൊത്തത്തിൽ ഇളക്കി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്ത് നോക്കാം. ഇപ്പോൾ എന്തോരം നല്ലോണം കളർ വരുമെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ. ഒരുപാട് ബലം കൊടുത്ത് ഒത്തിരി മുറുക്കി വരയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. നല്ല ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കറുത്ത കളർ വന്നു കണ്ടില്ലേ. കറക്റ്റ് നല്ല തുരുമ്പ് മൊത്തത്തിൽ ഇളകിപ്പോയി. ഒരു ശകലം പോലും തുരുമ്പില്ല. ഇതിൽ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസ് ചെയ്തിട്ട് ഈ ഒരു കോടാലിന്ന് കണ്ടില്ലേ ഫുള്ളായിട്ട് തുരുമ്പ് മൊത്തം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതേലുണ്ടായിരുന്ന തുരുമ്പ് മുഴുവൻ എന്താ ഈ ഒരു പീസയിൽ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതേലുണ്ടായിരുന്ന തുരുമ്പ് മുഴുവൻ ഇതേ വന്നു. ഇത് നല്ല ക്ലീൻ ആയി കിട്ടി. നമ്മൾ ചെറിയൊരു വയർ ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് വരച്ചപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് നല്ല കറുത്ത കളർ പുറത്തു വന്നു നമ്മുടെ ഇരുമ്പിൻ്റെ, കണ്ടില്ല? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോളിസ് വെച്ച് ചെറിയ ചെറിയ ഇരുമ്പിൻ്റെ പാർട്സ് നമ്മൾ തുരുമ്പ് കളയുന്നു. ഇപ്പോൾ വലുതാണെങ്കിൽ നമുക്ക് ചെയ്യാം, അപ്പോൾ കൂടുതൽ കറണ്ട് വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു 12 വോൾട്ട് ബാറ്ററി ചാർജറാണ്. അപ്പോൾ അതിന് 5 ആംപിയർ ഔട്ട്പുട്ട് വരാൻ പറ്റുന്നതാണ്. 5 to 10 ആംപിയർ കൂട്ടിയാണ്. ഞാനിപ്പോൾ എന്തായാലും 5 ആംപിയർ ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ നമുക്ക് ചെറിയൊരു 9 വോൾട്ട് ബാറ്ററി വെച്ച് വേണമെങ്കിലും ഇതുപോലെ ഈസി ആയിട്ട് തുരുമ്പ് കളഞ്ഞെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോഡ് കൊടുക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാണ്ട് നോക്കണം. അപ്പോൾ ഇതേലിപ്പോൾ നമ്മൾ പോസിറ്റീവാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതേലും മുഴുവൻ തുരുമ്പായേനെ. അപ്പോൾ ഇതേലും നെഗറ്റീവ് കൊടുത്താൽ ഇതേലെ തുരുമ്പ് ഇതേന്ന് ഇളകി പോസിറ്റീവിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇലക്ട്രോളിസ് ചെയ്ത് തുരുമ്പ് കളയാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് കളയാനാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തൂടെ ഇടയ്ക്കൂടെയുള്ള തുരുമ്പൊന്നും പോകുകയില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കളയാനായിട്ട്. പക്ഷേങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എല്ലായിടത്തും തുരുമ്പ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു തുരുമ്പ് കളയുന്ന ടെക്നിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.